ന്യൂ പ്രഭു സൈക്കിൾ കമ്പനി പയ്യന്നൂർ. പയ്യന്നൂരിലെ ഏറ്റവും പഴക്കവും പരിചയമുള്ള സൈക്കിൾ വ്യാപാര കമ്പനി. പി നാരായണ പൊതുവാൾ ബ്രാസ് മെറ്റൽ മർച്ചന്റ്, ശ്രീശക്തി മെറ്റൽ, സെൻട്രൽ ബസാർ പയ്യന്നൂർ. ഓട്ടുവിളക്കുകൾ, ശില്പങ്ങൾ, പാത്രങ്ങൾ, അടയാളങ്ങൾ, രൂപങ്ങൾ, കിണ്ടി, ഉരുളി, വിഗ്രഹങ്ങൾ, നെറ്റിപ്പട്ടം, കഥകളി രൂപങ്ങൾ തുടങ്ങിയവ സൗകര്യപ്രദം തിരഞ്ഞെടുക്കാൻ പുതിയ ഷോറൂം തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പി നാരായണ പൊതുവാൾ ബ്രാസ് മെറ്റൽ മർച്ചന്റ്, ശ്രീശക്തി മെറ്റൽ, സെൻട്രൽ ബസാർ പയ്യന്നൂർ. സ്വാമിയെ ശരണമയ്യപ്പ. ഇന്ന് അനുജ്ഞാ കലശമാണ് സുബ്രഹ്മണ്യ സ്വാമിക്ക് ആടിയിട്ടുള്ളത്. ഈ അനുജ്ഞാ കലശത്തിൽ അതുപോലെ തന്നെ ഇനി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ശയ്യാ പൂജയുണ്ട്. അവിടെയും കഴിയുന്ന ദിവസം ചതുർത്ഥ ബ്രഹ്മനുണ്ട്. അവിടെയും ഈ 3 സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രാധാന്യമർഹിക്കുന്ന 9ഓളം ബീജങ്ങൾ, വിത്തുകൾ മുളപ്പിച്ച് അത് ഈ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പൂജയിൽ ഉപയോഗിക്കും. അതിന് ഒരു ശാസ്ത്രീയത, സാധാരണഗതിയിൽ ഇവിടെ നടക്കുന്ന ഈ 11 ദിവസം നടക്കുന്ന ചടങ്ങുകളെല്ലാം തന്നെ ഒരു ചികിത്സയുടെ ഭാഗമാണ്. സാധാരണ ഇത്തരത്തിലുള്ള നവീകരണം ചെയ്യണമെന്ന് പറയുന്നത് ആപത്സൂചകമായുള്ള നിമിത്തം സംഭവേത് പ്രായശ്ചിത്തം ജനിക്കണം ഉടനെ തൽപ്രശാന്തയെ. പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ്. നവീകരണം, ദോഷാപനോദനം, നവീകരണ പ്രായശ്ചിത്തം എന്നാണ് പറയുക. എല്ലാ ദോഷങ്ങളെയും, ദോഷം എന്ന് പറയുന്നത് ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ച് അശുദ്ധിയാണ് ദോഷമായിട്ട് പറയാറ്. അശുദ്ധി എന്ന് പറയുന്നത് ദേവനെ സംബന്ധിച്ച് രോഗമാണ്. ആ രോഗത്തിനെ ചികിത്സിക്കുവാനുള്ള ചികിത്സയാണ് ഈ 11 ദിവസങ്ങളിലൂടെ നടക്കുന്നത്. ആ ചികിത്സയുടെ ഭാഗമായിട്ടാണ് മുളയിടുക എന്നൊരു ചടങ്ങ് ഇവിടെ ചെയ്യുന്നുണ്ട്. സാധാരണ മുളയിട്ട് കലശം തുടങ്ങുക എന്നാണ് പറയുക. ആ മുളയുടെ പ്രാധാന്യം ഓരോ ബീജത്തിനും, നമ്മൾ കഴിക്കുന്ന സാധാരണ ചെറുപയർ, കടുക്, അതുപോലെ തന്നെ എള്ള്, ധാന്യങ്ങൾ, വൻപയർ, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ധാന്യങ്ങൾക്ക് ഔഷധ ഗുണമുണ്ട്. അതുപോലെ തന്നെ ബ്രഹ്മാർച്ചോധിയവം മുരാരി അധിമുദ്ഗം സരിഷഭീഷീശ്വര എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ധാന്യത്തിലും ഓരോ ദേവതയുടെ പ്രാധാന്യമുണ്ട്. ചന്ദ്രനെ ഓഷധികളുടെ നാഥനായിട്ട് കണക്കാക്കുന്നു, ആരാധിക്കുന്നു. ആ ചന്ദ്രന് 16 രൂപങ്ങളുണ്ട്. സാധാരണ പ്രതിപദം, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി എന്ന് പറഞ്ഞിട്ട് 14 എണ്ണവും 15ാമത്തേത് വാവ്, വെളുത്ത വാവും കറുത്ത വാവും. ആ പൗർണമിയും അമാവാസിയും കൂടെ ചേരുമ്പോൾ 16 രൂപങ്ങൾ ചന്ദ്രനുണ്ട്. ആ ചന്ദ്രൻ്റെ 16 രൂപങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് 16 പാത്രങ്ങൾ. അതിൽ ചന്ദ്രനെ തന്നെയാണ് ആവാഹിച്ച് പൂജിക്കുക. ഇവിടെ ആവുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ കൂടെ ആവാഹിച്ച് പൂജിക്കും. അങ്ങനെ ആവാഹിച്ച് പൂജിച്ചിട്ടുള്ള ഈ 3 നേരവും പൂജിച്ചിട്ടുള്ള ഈ മുള കലശങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നലെ ഉപയോഗിച്ചു, അത് ഇന്ന് പ്രസാദമായിട്ട് കിട്ടും. അതുപോലെ 7ാം ദിവസം ഉപയോഗിച്ച് 8ാം ദിവസം പ്രസാദമായിട്ട് കിട്ടും. 9ാം ദിവസം 10ാം ദിവസം ഉപയോഗിച്ചിട്ട് 11ാം ദിവസം പ്രസാദമായിട്ട് കിട്ടും. ഈ ഇത് പൂജിക്കുന്ന കലശങ്ങളുടെ അടുത്ത് കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ഇതിലെ ചൈതന്യം കലശത്തിലേക്ക് അല്ലെങ്കിൽ ബിംബത്തിലേക്ക് യോജിപ്പിക്കും. ഈ മുള ഇതിന് ചുറ്റും കൊണ്ടുവയ്ക്കുന്നത് കൊണ്ട് തന്നെ അതിൽ തട്ടി വരുന്ന കാറ്റ് ആ ചൈതന്യം വർദ്ധിപ്പിക്കും, അല്ലെങ്കിൽ രോഗശാന്തിക്ക് കാരണമാകും. കൂടാതെ കണ്ട് അതിലെ ചൈതന്യം ആ ബിംബത്തിലേക്ക് യോജിപ്പിക്കും, അല്ലെങ്കിൽ കലശത്തിലേക്ക് യോജിപ്പിക്കും. അതാണ് പ്രസാദമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ഇത് നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് മുളപ്പിക്കാൻ പറ്റുമെങ്കിൽ മുളപ്പിക്കാം. അതിൽ നിന്ന് അമരിയും അങ്ങനെയൊക്കെയുള്ള ചിലതെല്ലാം കിട്ടും. ഇനി അത് കിട്ടുന്നില്ല എങ്കിൽ വെറുതെ വീട്ടിൽ കൊണ്ടുവയ്ക്കുക, പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കുക. 508 കലശങ്ങളാണ് ചൈതന്യ ആവാഹനത്തിനായി മുളപൂജ നടത്തി അഭിഷേകത്തിന് ശ്രീകോവിലിൽ എത്തിച്ചത്. വേദജ്ഞർ കൈമാറി ഓരോ കലശങ്ങളും അതിന്റെ സഞ്ചാരം ഭക്തിയാവേശത്തിന്റെ പാലാഴിയിൽ ആറാടി. ബ്രഹ്മശ്രീ തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ തരണനെല്ലൂർ വാസുദേവൻ നമ്പൂതിരിപ്പാട്, നാരായണ നമ്പൂതിരിപ്പാട്, CN നാരായണ നമ്പൂതിരിപ്പാട്, CSN അനൂപ് നമ്പൂതിരിപ്പാട്, രാമനുണ്ണി നമ്പൂതിരിപ്പാട്, കൊട്ടാരം ജയരാമൻ നമ്പൂതിരിപ്പാട് തുടങ്ങിയവരും ക്ഷേത്രം മേൽശാന്തി, കീഴ്ശാന്തി തുടങ്ങിയവർ ചേർന്ന് രാവിലെ മുളപൂജ, അധിവാസം, വടർത്തിപൂജ, ബ്രഹ്മകലശാഭിഷേകം, പരികലശാഭിഷേകം, അവസ്രോവ പ്രോക്ഷണം, അനുജ്ഞാബലി തുടങ്ങിയ പൂജകൾ നടത്തി.